കേരളത്തിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴ ഇന്നും വിവിധ പ്രദേശങ്ങളിൽ തുടരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചക്രവാത ചുഴികൾ തുടരുന്നതിനാൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേരളം, തമിഴ്നാട്, കർണാടക മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകും. കേരളത്തിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴ ഇന്നും വിവിധ പ്രദേശങ്ങളിൽ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിലാണ് മഴ ഇപ്പോഴും തുടരുന്നത്. കന്യാകുമാരി കടലിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും മാന്നാർ കടലിടുക്ക് മുതൽ കേരളത്തിന് മുകളിലൂടെ കർണാടകയിലേക്ക് പോകുന്ന ന്യൂനമർദ്ദപാത്തിയുമാണ് മഴയ്ക്ക് കാരണം. 2-3 ദിവസത്തിനകം കാലവർഷക്കാറ്റ് അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ എത്താനും സാധ്യതയുണ്ട്. മെയ് 26-ന് കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകാനാണ് സാധ്യത. മൺസൂൺ അടുക്കുന്നതിനൊപ്പം കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴയുടെ തീവ്രത ഉയരുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും ഇടിയോടുകൂടിയ ശക്തമായ മഴ, കാറ്റ്, മിന്നൽ എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും പരിശോധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷത്തിൽ നിരവധി ചക്രവാത ചുഴികൾ തുടരുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വടക്കുകിഴക്കൻ തമിഴ്നാടിനും പരിസര പ്രദേശങ്ങൾക്കും മുകളിൽ 1.5 കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ മധ്യപ്രദേശ് മേഖലയിലും സമാന സാഹചര്യമുണ്ട്. കന്യാകുമാരി, കൊമോറിൻ പ്രദേശം ചുറ്റിപ്പറ്റിയും 3.1 കിലോമീറ്റർ ഉയരത്തിൽ ചുഴലിക്കാറ്റ് സ്വഭാവമുള്ള അന്തരീക്ഷ ചലനം തുടരുന്നുണ്ട്. ഇത്തരം അന്തരീക്ഷ ചലനങ്ങൾ മഴമേഘ രൂപീകരണം ശക്തമാക്കുന്നതിനാൽ പല സംസ്ഥാനങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.